ഗൈസ് വെൽക്കം ബാക്ക്. സമയം ഏകദേശം 5:41 അപ്പോൾ നമ്മുടെ ഇടവഴികൾ തേടിയുള്ള യാത്ര തുടങ്ങുകയാണ്. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അൽ മസ്കത്ത് സീരീസിൻ്റെ ഇടവഴികൾ തേടിയുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ദൈവം എന്നാ വെട്ടടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. വീണ്ടും നമ്മൾ പൂച്ച മീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പിള്ളേർ കളിക്കുന്നുണ്ട് കണ്ട. അതൊക്കെ പിള്ളേർക്ക് മുട്ടൻ കളി. അവിടെ കളിക്കുന്നുണ്ട്, ഇവിടെ രണ്ട് ടീം കളിക്കുന്നുണ്ട്. ഇവിടെ പൂച്ച, ഒരാൾ ഫോൺ കെട്ടി, അവിടെയും പൂച്ച. അല്ല ഇത് ഇതുവരെ വീണ്ടും പൂച്ച. നമ്മൾ വീണ്ടും പൂച്ചകളുടെ കേന്ദ്രത്തിൽ വന്നിരിക്കുകയാണ്. എന്താണ് പൂച്ചക്കണ്ണതിൻ്റെ അന്തമാണ്. ഇവിടെ ഒരാൾക്ക് ബഹളം തുടങ്ങിയിട്ടുണ്ട്. എന്തോ പറയുന്നുണ്ട് കാര്യമായിട്ട്. എന്താണ് എത്ര നാളെ ഞാൻ പിള്ളേർ ഇവിടെ ഫുട്ബോളൊന്നും കളിക്കുന്നുണ്ട്. ഇവിടെ ഇനി നമ്മൾ നേരത്തെ വന്നുകൊണ്ടാണ് നിർത്തിയത്. സാധാരണ നമ്മളിവിടെ 6 മണി 7 മണി സമയത്താണല്ലോ നടക്കുന്നത്. ഈ 5 മണി സമയത്തുണ്ട് പിള്ളേർ കളിക്കുന്നത്. നമ്മൾ നേരത്തെ കൂടെ ഇറങ്ങിയിരിക്കുന്നത് 5:41 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പഴയ സ്ഥലം. വി ആർ ഇൻ ദിസ് പ്ലേസ്. പൂച്ച ഒരാൾ പൂച്ച പിള്ളേരെയൊക്കെ തിരിഞ്ഞ് പറഞ്ഞ് നോക്കും. നമുക്കെന്തായാലും എങ്ങോട്ടെങ്കിലൊക്കെ നോക്കാം. ഇത് ഷോർട്ട് ബ്ലോഗ് ആയിരിക്കുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. ചിലപ്പോൾ മെയിൻ ബ്ലോഗ് ആയിരിക്കും. അപ്പോഴായിരിക്കും ഞാൻ മെയിൻ ബ്ലോഗ് എന്ന് പറയുന്നത്. അപ്പം മിക്കവാറും ഷോർട്ട് ബ്ലോഗായിട്ട് വരും. കാര്യം ഷോർട്ട് ബ്ലോഗ് എന്ന് പറഞ്ഞൊക്കെ മെയിൻ ബ്ലോഗ് ആയിട്ടുണ്ട്. അപ്പം മെയിൻ ബ്ലോഗ് എന്ന് പറഞ്ഞ് നോക്കാം. അപ്പോൾ ഷോർട്ട് ബ്ലോഗായിട്ട് വരും. നമുക്ക് നോക്കാം. എന്തായാലും ചെറിയ പിള്ളേരല്ല, വലിയ പിള്ളേരാട്ടോ. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് നോക്കാം. നമ്മൾ വീണ്ടും ഈ വഴി കൂടെ നോക്കണം. ചെറിയ പിള്ളേരല്ല, ചെറിയ പിള്ളേരുണ്ട്, വലിയ പിള്ളേരുണ്ട്. ഞാൻ ചെറിയ പിള്ളേരാണെന്ന് വിചാരിച്ചത്. നമ്മൾ വീണ്ടും ഇങ്ങനെ എത്തിയിരിക്കുന്ന കഴിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കെന്തായാലും എവിടെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങോട്ട് പോകും? അതെ വീണ്ടും മരം, നമ്മൾ നിൽക്കുന്ന സ്ഥലം. ഇപ്പോൾ ചൂട് കുറവായത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സമയത്ത് ഇറങ്ങിയില്ല. ഞാൻ ഇറങ്ങില്ലായിരുന്നു. അത് ഈ സമയത്ത് ഇറങ്ങി കഴിഞ്ഞാൽ കളത്തി പോകും. നമുക്ക് അന്ന് പോയാൽ വഴി പോയാലോ എന്ന് ആലോചിക്കുമോ? പൊയ്യന്മാരവിടെ തകർത്തി കളിയാണ്. നമുക്ക് ഒന്ന് പോയ വഴി പോയാലോ എന്ന് ആലോചിക്കും. വീണ്ടും നാട്ടുകാരനെ കണ്ടു. സ്വിഫ്റ്റ് കിടക്കുന്നത്. ഒരു അറ്റ്മോസ്ഫിയർ കൊള്ളാം. അവിടെ മറ്റേ ടൊയോറ്റേൻ്റെ ക്യാമറ കിടപ്പുണ്ട്. അതിനപ്പുറത്ത് വേറെ ഏതൊരു വണ്ടി കിടപ്പുണ്ട്. പിന്നെ അപ്പുറത്ത് ലാൻഡ് ക്രൂസറാണ് തോന്നുന്നു. അവിടെ ലാൻഡ് ക്രൂസർ കൂടുതലാണ്. അവിടെ ഒരു ബെൻസ് കിടപ്പുണ്ട്. ആ ഷെഡിനകത്ത് എവിടെ ഒരു സ്വിഫ്റ്റ് കിടക്കുന്നു. ഈ കിടക്കുന്നൊരു ബാക്ക്ഗ്രൗണ്ട് പൊളിയാണല്ലോ. ആര്യപ്പിൻ്റെ ചുവട്ടിൽ കിടക്കുക വണ്ടി ഇട്ടേക്കുന്നത്. വീണ്ടും നാട്ടുകാരനെ കണ്ടുമുട്ടിയ സന്തോഷത്തിൽ ഞാൻ വേറെ ഏതോ പിള്ളേരെ കണ്ടുമുട്ടിയ സന്തോഷത്തിൽ ഒരുത്തി അവിടെ എത്തി കഴിഞ്ഞ് നോക്കുന്നു. ക്യാമറ കണ്ട തന്നെയാണ്. ഹായ് ഒരു ഹായ് പറഞ്ഞു. ടാറ്റ കാണിച്ചേ ഇല്ല. ഇത് ഇവിടെ ഒരു വീടുണ്ട്. നൈസാണ്. നമ്മളന്ന് ഇവിടം വരെ വന്നിട്ടാണെന്ന് പോയത്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ നടന്ന് നോക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. സോ ഈ വഴി ഏതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതും കൂടെ കാണിച്ചു തരാനാണ് വന്നത്. ഓക്കെ ഗൈസ്, ഞാൻ അന്ന് പറഞ്ഞ് നിങ്ങളോട് ഒരു വഴിയുടെ കാര്യം പറഞ്ഞിട്ട് ആ വഴി കണ്ടോ? ആ പൂച്ച ഓടിപ്പോണ വഴി, ഈ കാണുന്ന വഴി. ഇതാണ് നമ്മൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത സ്ഥലം. അത് രാത്രി ഞാൻ കാണിച്ചായിരുന്നു. നമ്മളന്ന് ഇവിടെ വന്നിട്ട് ഇവിടെ തിരിച്ചിറങ്ങി പോരുമായിരുന്നു. പക്ഷേ ഇതൊക്കെ കോളനി പോലത്തെ ഏരിയ. മീൻസ് ജനയ്ക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കയറി കഴിഞ്ഞാൽ അടിപ്പൊട്ടുമെന്ന് അറിയത്തില്ല. ഓന് ഷെൽബി ഗൈസ്, ഷെൽബി കിടക്കുന്നു. ഷെൽബി എജാതി ലുക്ക്. എന്തത് ബീസ്റ്റ് ലുക്ക് മാൻ. ഇതായിട്ട് പൊളി കേട്ടോ. എൻ്റെ മോന് സാമി 08 GT എജാതി ലുക്ക് മാൻ. ഇത് നോക്ക് മാനേ, ഒരുമാതിരി ബീസ്റ്റ് ലുക്ക് കഴിച്ചു. നമുക്ക് ഒറ്റ ലുക്ക് നോക്ക്. അവിടെ കുറച്ച് പിള്ളേർ വന്നിട്ട് ഞാൻ എന്തെങ്കിലും പറയാൻ വന്നായിരിക്കും നോക്കാം. അമ്മ ഒരു 2 പിള്ളേർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഓടി വന്നു എൻ്റെ തൊട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിരിച്ചതേപോലെ തന്നെ ഓടിപ്പോയി. ടൈറ്റും പൊളിയാ മോനെ ഷെൽബി. സാമി 08 GT ഇൻസ്റ്റ ഐഡിയ കൊടുത്തിട്ടുണ്ടല്ലോ എൻ്റെ. തമിഴാണോ? അതായത് ഞാനിത് വീട്ടിൽ ചെന്നിട്ട് എന്തായാലും നോക്കണം ഈ ഐഡി. എത്ര ലുക്ക് നോക്കണം. ഇതൊരു വെറൈറ്റി ലുക്ക്, ബീസ്റ്റ് ലുക്ക്. മഫ്ലറും മറ്റേ ഫ്രണ്ടിലത്തെ ബമ്പറൊക്കെ വെച്ച് സൈലൻസറൊക്കെ നോക്ക്. ഒരുമാതിരി തീ സാധനം. ഒരു ഫോട്ടോ എടുക്കണം. മറ്റേ ഫോണിൽ എടുത്തായിരുന്നു. ഇതിലൊന്ന് എടുത്ത് നോക്കട്ടെ കുറച്ച് ഫോട്ടോസ്. കുറച്ച് നല്ല കിടിലൻ ഫോട്ടോ എടുക്കണം. അതിൻ്റെ ഏതാത്ത ലുക്ക് നോക്ക്. എടുക്കുവാണോ ഇതൊക്കെ എടുക്കണം. അച്ഛൻ ഏതച്ഛൻ? ഇതാണ് എൻ്റെ അച്ഛൻ. പൂച്ചയാണോ നിൻ്റെ? അത് അച്ഛനൊന്നും അല്ലത്. ഇത് ഒരു ഐറ്റം മാറിയാണ് മോനെ. ഞാൻ ഇതിൻ്റെ ഫോട്ടോ നടക്കട്ടെ മറ്റേ ഫോണിൽ. ഇത് റെസിഡൻസി ഏരിയയാണ്. മീൻസ് റെസിഡൻസി, പ്രൈവറ്റ് റെസിഡൻസി ഏരിയ. എനിക്കിത് പക്ഷേ കണ്ടിട്ട് നമ്മളെ ഫോർട്ട് കൊച്ചി ചെന്ന പോലെ ഉണ്ട്. നമ്മളെ ഫോർട്ട് കൊച്ചി കൂടെ, ഫോർട്ട് കൊച്ചിയാണ് മട്ടാഞ്ചേരി. ഫോർട്ട് കൊച്ചിയിൽ നമ്മളാ കുറച്ച് സ്ഥലം ഉണ്ടല്ലോ, ആ ബിലാലൊക്കെ ഷൂട്ട് ചെയ്ത് മീൻസ് ബിഗ് ബി ഹൗസൊക്കെ പോകുന്ന ആ റൂട്ട്. അവിടെ പിന്നെ ആ ഫോർട്ട് കൊച്ചി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണത്തില്ലേ, അതുപോലത്തെ സ്ഥലങ്ങൾ പോലെ ഉണ്ട്. റെസിഡൻസിയാണിത്.
കഴിച്ചപ്പോൾ നമ്മൾ ഇവിടെ നടന്ന് ഇവിടെ എത്തി. ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായത് മറ്റേ വിദൂരതയിൽ മറ്റേ നമ്മുടെ ഇത് കിടക്കുന്ന JCB കിടക്കുന്ന സ്ഥലം എന്താ ഇതിൽ അവിടെ വന്ന് കയറി. അതായത് നമ്മളപ്പുറത്താണ് സാധാരണ വന്ന് ചാടുന്നത്. ആ ഏരിയയാണ് നമ്മൾ അന്ന് അതായത് ഇതിന് മുമ്പത്തെ വ്ളോഗിൽ രാത്രി വന്നിട്ട് പോയ ആ സ്ഥലമാണ് കാണുന്നത്. അവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അല്ല ഇത് മറ്റേ വഴി, ഈ വഴി നമ്മളിവിടെ എത്തിയിരിക്കുന്നത് പോലീസ്. സോ ഈ വഴിയെ പിടിച്ചാൽ തന്നെ കണ്ടുപിടിച്ച് ഇതാണ് റെസിഡൻസി ഏരിയ. നമ്മളപ്പോൾ ഇവിടെയാണ് വന്ന് കയറിയിരിക്കുന്നത്. നമ്മൾ നടന്ന് ഇവിടെ എത്തിയേണ്ടത്. ഇവിടെ ഒരു കാർ പൊടി പിടിച്ച് കിടക്കുന്നത്. ഇത് അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഇത് റൈറ്റ് ഞാൻ കണ്ടത്. ഞാൻ ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നു. നമ്മൾ അത്ര പോകാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. സോ ഇത് പോർഷെയാണോ ഫെറാറിയാണോ? എന്തുകൊണ്ടായിരുന്നു ഫെറാറിയില്ലേ ഇത്? ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പോർഷെയാണോ ഫെറാറിയാണോ? അതാണ് ഫെറാറിയില്ലേ ഇത്? അല്ലല്ലോ പോർഷെ. അതിന് പോർഷിൻ്റെ ഏതോ ഒരു സാധനം സെൻറ്റർ ഒമാൻ സാറ്റ LLC. നമുക്ക് മോനെ വിഷയ സാധനം ഏതാ ലുക്ക്. ഇവിടെ നമ്മൾ നോക്കുന്നു എന്താ എന്നെ ലുക്ക്. നമ്മൾ ലോങ്ങിൽ നിർത്താൻ ചങ്ക് കണ്ടാ ലുക്ക് നോക്ക് കണ്ടടാ. നമ്മുടെ നാട്ടിലൊക്കെ നല്ല ലക്ഷറി സാധനം ഇവിടെ മറ്റേ പിക്ചർക്ക് വെച്ചായിട്ട് കിടക്കണം. പറയാൻ കാര്യം നമുക്ക് പൊടിയൊന്നും ഇല്ലെങ്കിലും എന്നാലും വെറുതെ കൊണ്ട് കെട്ടിക്കണം. എക്സസൈസൊക്കെ നോക്കുമ്പോൾ പോർഷെ ഇതിൻ്റെ മോഡൽ ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയാവുന്ന കമൻറ്റ് ചെയ്യാൻ. ഞാനറിയാം ഇതിനെപ്പറ്റി വാർത്തകൾ അടിക്കുന്നില്ല. ഏറിപ്പോൾ എനിക്ക് വയ്യ കൊള്ളാട്ടോ. ഇതുപോലെ കുറേ വണ്ടികൾ ഇവിടെ ഒമാനിലുണ്ട്. കുറേ വണ്ടികൾ നോക്ക് മേൻ. ഇതുപോലെ കുറേ വണ്ടി അവിടെ കുറേ വണ്ടി നടക്കുന്നുണ്ടല്ലോ. BMW അല്ലേ കിടക്കണത് റെഡ്. അതൊക്കെയോ വണ്ടി മേളിൽ കിടപ്പുണ്ട് കേസ്. അവിടെ മല, വിദൂരതയിൽ മല. അവിടെ മേളിൽ അമ്പിളിയമ്മാവൻ വരുന്നുണ്ട് ചെറുതായിട്ട്. ഇവിടെ ഈ സാധനം ഇതെന്നാ സംഭവം എനിക്ക് അറിഞ്ഞൂടാ. മൊത്തം ഹെവി എക്യുപ്മെൻറ്റ്സാണ്. മീൻസ് റോഡ് പണി അങ്ങനത്തെ സെറ്റപ്പിന് ഉപയോഗിക്കുന്ന വണ്ടീസാണ് തോന്നുന്നത്. റോഡ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല. അതിൻ്റെ തന്നെ കമ്പനി ഷോറൂമൊക്കെ ആയിരിക്കാം. ഇല്ലെങ്കിൽ മറ്റേ എന്താ പറയുന്നത് സർവീസ് സെൻറ്ററോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സംഭവം നമ്മുടെ വകുപ്പാണ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ വർക്ക് ചെയ്യാം. പക്ഷേ ഇത് മോനെ എച്ചാ ലുക്കത് പുഷ് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം ഗൈസ്. ഞാൻ അപ്പുറം പോകാൻ വേണ്ടി ഇരിക്കും. ഇന്ന് നമ്മൾ ഈ വഴി വന്നത്. അതുകൊണ്ട് നമുക്ക് അപ്പുറം പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഇത് ഉടക്കിയത്. ബൈ ദ വേ ഗൈസ് അതും റെസിഡൻസി ഏരിയയാണ്. ഇതെല്ലാം റെസിഡൻസി ഏരിയയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു ലുക്കുണ്ട് കാണാൻ, മെനയുണ്ട്. ഇവിടെ മറ്റേ അമറപ്പെട്ടി ഇരിപ്പുണ്ട്. നമ്മളപ്പോൾ ഈ അൽ മസ്കത്ത് സീരീസിൻ്റെ ഇടവഴികൾ തേടിയുള്ള യാത്ര എന്ന് വെറുതെ അല്ല പറഞ്ഞാൽ. നമ്മൾ കുറേ ഇടവഴികൾ ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉള്ള ഇടവഴി കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇടവഴികൾ തേടി അല്ലെങ്കിൽ ഷോർട്ട് കട്ടുകൾ തേടിയുള്ള യാത്ര നമ്മൾ ഓരോരോ വഴികൾ ഓരോ സമയത്ത് ഓരോ ദിവസം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളൊക്കെയോ ബഹളം വയ്ക്കുന്നത് എനിക്ക് അറിഞ്ഞു കൊടുത്താൽ ഗൈസ്. ഇതിൽ കിടക്കുന്ന സാധനം കണ്ട ഫോർച്യൂണറാണ്. ഞാൻ കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതുണ്ട ഫോർച്യൂണറായി കിടക്കുന്നത്. പക്ഷേ 2 സീറ്ററായിട്ട് ചെയ്തിരിക്കുന്നത്. 2 സീറ്റർ 4 സീറ്റർ. ഈ ഫോർച്യൂണറിൻ്റെ 4 സീറ്ററാണോ? അത് 4 സീറ്റർ ഗൈസ്. 4 സീറ്ററാ ഫോർച്യൂണറാ സാധനം. മോനെ ഇതൊക്കെ ഈ റെസിഡൻഷ്യൽ ഏരിയ ആണ്. അത് ഇവിടുത്തെ ആൾക്കാരാണ് തോന്നുന്നു താമസിക്കുന്നത്. മീൻസ് ഒമാനീസ് താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ വണ്ടികളൊക്കെ കാണാൻ പറ്റിയതും ഓഫ് റോഡ് ലെവലിൽ ചെയ്തിരിക്കുന്ന സാധനം. സസ്പെൻഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ടയറൊക്കെ വെച്ച് നല്ല കിട്ടിയ സാധനം മോനെ. ഫോർച്യൂണറുണ്ട്, പ്രാഡോ, ലാൻഡ് ക്രൂസറോ ഏട്ടാ മോനെ. ഏട്ടാ മേളിൽ മറ്റേ പ്രോഗ്രാമൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഫോർച്യൂണറുടെ കേസ് ഞാൻ ബാക്ക് നോക്കിയിട്ട് ഞാൻ കുറേ നേരം ചിന്തിച്ചു ലാൻഡ് ക്രൂസറാണ് ഫോർച്യൂണറാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഫോർച്യൂണറാണ് ലാൻഡ് ക്രൂസറാണ്. ബാക്ക് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ലാൻഡ് ക്രൂസർ ആയിരുന്നു. പക്ഷേ ഫ്രണ്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫോർച്യൂണർ ആയിരുന്നു. ഞാൻ കുറേ നേരമായിട്ട് അതിൻ്റെ ഡൗട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ അതുകൊണ്ട് വീഡിയോ എടുക്കാഞ്ഞത്. രണ്ടും കൽപ്പിച്ചിട്ട് ഫോർച്യൂണറെന്ന് വിചാരിച്ചെടുത്താൽ ഫോർച്യൂണറിൻ്റെ വല്ല 2 സീറ്റർ ആയിരിക്കുമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. പക്ഷേ ലാൻഡ് ക്രൂസർ ആയിരുന്നു കേട്ടോ. ലാൻഡ് ക്രൂസർ 2 സീറ്ററൊക്കെ ഉണ്ടോ? അത് മോഡൽ എങ്ങനെ ഇങ്ങനെ ആക്കിയെന്തോ കൊള്ളാം പോയി. പക്ഷേ ഏതൊരു പറമ്പിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് റെസിഡൻഷ്യൽ ഏരിയയാണ്. അതിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആൾക്കാരൊക്കെ വൈകിട്ടാണ് നടക്കാൻ. ഒരാൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാണണ്ട ഒരാൾ ബഹളം തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വർത്താനം പറയുമ്പോൾ അവൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് കണ്ടോ? അല്ലെങ്കിൽ അവൾ മിണ്ടാണ്ടിരിക്കും. ഞാൻ ഒന്നും മിണ്ടാണ്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണമെങ്കിൽ അവൾ മിണ്ടത്തില്ല. അല്ലെങ്കിൽ അവൾ ബഹളം വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ഒരു ഡിഫൻഡറിൻ്റെ ലുക്കുള്ളൊരു സാധനം കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഡിഫൻഡറിൻ്റെ ലുക്കുള്ളൊരു വണ്ടി ഒരുത്തി ക്യാമറ തട്ടി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ വഴി നമ്മളന്ന് വന്നതാണെന്ന് തോന്നുന്നു. അതിന് തന്നെ നമ്മൾ അന്ന് ഇവിടെ കൂടെ കറങ്ങി വന്ന് കയറി ഇവിടെ ഇല്ലേ അന്ന് നമ്മൾ അന്ന് അതിലെ കൂടെ അങ്ങനെ പോയി അത്രയും വട്ടം കറങ്ങി നമ്മൾ അവിടെ വന്നാൽ കയറിയത്. അവിടെ വന്ന് കയറിയിട്ട് നമ്മൾ അവിടെ ഇങ്ങോട്ടാണ് വന്നത്. എന്നിട്ട് അങ്ങോട്ടാണ് പോയത്. ആ വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കണ്ടോ നേരം വൈകുന്നതിൻ്റെ ആ സീനറി വിഷയം. ഇവിടെ ലാൻഡ് ക്രൂസർ. ഇവിടെ ഒരു പള്ളിയുണ്ട്. ഞാൻ ഇതിപ്പോഴാണ് ഉള്ളത്. അന്ന് വന്നപ്പോൾ ഈ പള്ളി കണ്ടില്ലെന്ന് തോന്നുന്നു. അവിടെ ഒരു പള്ളിയുണ്ട്. ഇവിടെ പിയന്മാരൊക്കെ വൈകിട്ട് ചായ കുടിക്കാനൊക്കെ ഇരിക്കുന്ന ചായക്കള.
നമ്മൾ വീണ്ടും നടക്കുന്നുണ്ട്. ഇവിടെ നിസാൻ്റെ വണ്ടി കുറേ ഉണ്ട്, സുസുക്കീൻ്റെ വണ്ടിയുണ്ട്, നിസാൻ സണ്ണി, ഒരു നിസാൻ സണ്ണി തരുന്നുണ്ട്, ഒരു സണ്ണി ഹുണ്ടൈ. ഇവിടെ മെയിനായിട്ടുള്ള ടൊയോട്ടയുടെ വണ്ടികൾ, ടൊയോട്ടയുടെ എല്ലാ സാധനങ്ങളും വർഷോപ്പുണ്ട്. മീൻസ് ടൊയോട്ട ഹൈ, നമ്മുടെ അവിടുത്തെ ഹൈ എൻഡ് വേരിയൻ്റ് തൊട്ട് ലോ എൻഡ് വേരിയൻ്റ് വരെ ഇവിടെ എല്ലാ ടൈപ്പ് വെഹിക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതുകൊണ്ടാണ് മെയിനായിട്ടും ബ്ലോഗായിട്ട് ചെയ്യാൻ വിചാരിച്ചത്. കാരണം ബെഡൊക്കെ വാരിയിട്ടിരിക്കും, ഇതുപോലെ ഇങ്ങനെ വഴിയിട്ടിരിക്കുന്നതാണ്. ചില താമസമായി ഇതുപോലെ ബെഡ് കഴുകിയിട്ടിരിക്കുന്ന വന്നപ്പോഴത്തേക്ക് അലപ്പ് അലമ്പാണ്. നമ്മളിപ്പോൾ കൂട്ടം നടന്നു കയറിയത്, നമ്മളന്ന് മറ്റേ അമ്മ കണ്ട സ്ഥലമാണത്. ഈ സീനറി കൊള്ളാം, ഇവിടുത്തെ ഒരു വൈബ്, ഇവിടെ റെസിഡൻസി ഏരിയയാണ്, പക്ഷേ ഇവിടുത്തെ ഇതും കൊള്ളാം. നമുക്ക് പിന്നെ സമയമുള്ളത്. പിന്നെ ഇത് ഇനി ഷോർട്ട് ബ്ലോഗ് എന്തെങ്കിലും കാര്യം നിറയെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ മെയിൻ ബ്ലോഗ് ആയിരിക്കും. എന്താണ് കാര്യം എന്താണ് ബാക്കിൽ വേണ്ടി ഉറപ്പുണ്ട്. നമ്മളിപ്പോൾ അന്ന് അതായത് നമ്മൾ അന്ന് എൻ്റെ ഈ ബാക്കിൽ കൂടെ കാണുന്ന സ്ഥലത്തൂടെ അങ്ങോട്ട് പോയത്. നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ എന്തോ ഒരു ഷോപ്പ് ഉണ്ടെന്ന്, മറ്റേ ഫയർ ഫൈറ്റിംഗ് ഇക്വിപ്മെൻറ്റ്സിൻ്റെ, അതായത് അലാറം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന എന്തോ ഒരു കട, പക്ഷേ അടച്ചിട്ടിരിക്കുകയാണല്ലോ. ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇവിടെ പൂച്ചയുണ്ട്. ഈ ഒരു സീനറി ഉള്ള ഞാൻ കാണിച്ചു തരാമേ. അവിടെ നമ്മുടെ ഹമ്മർ ഉള്ള ഞാൻ അങ്ങോട്ട് പോകാം. കണ്ടോ ഒരു സീനറി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൂടിയാണ്. ഹമ്മർ കിടക്കൊണ്ട് പോയി. അന്ന് കണ്ട ഹമ്മർ നമ്മൾ ദൂരത്തിൽ നിന്ന് കണ്ടാണ് ഇവിടെ നമ്മുടെ അടുത്ത് കിടപ്പുണ്ട്. അടുത്തൊന്നുകൂടെ പോകാം. ഇവിടെയൊക്കെ എന്തൊക്കെ ഇൻസ്റ്റാളേഷൻ്റെ പരിപാടിയാണ് കണ്ടോ. ഹീറ്റിംഗ്, എയർ കണ്ടീഷണർ സിസ്റ്റം, കാനോണിൻ്റെ ഒക്കെ എന്തോ ഒരു കട അടച്ചു കൂട്ടിയിട്ടേക്കുന്നു. ഇവിടെ ഇൻസ്റ്റാളേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹീറ്റിംഗ് സിസ്റ്റം, എയർ കണ്ടീഷണർ, അതായത് AC-ൻ്റെ ഒക്കെ പരിപാടി ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇവിടെ. അത് ഹമ്മർ ഇവിടെ കിടക്കുന്നു. മോനെ എൻ്റെ മോനെ അത് ലുക്ക് അവിടെ നിന്ന് ഒരാൾ തന്നെയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് അറിയത് കൊള്ളാം, ലുക്ക് കൊള്ളാം. അടുത്ത് പോയൊരു വീഡിയോ എടുക്കട്ടെ. തുടങ്ങി നിലത്തിറക്കപ്പേനും ബഹളം വെച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഹമ്മർ ഇവിടെ പോണ്ട് കണ്ട. ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് എടുത്തു. അപ്പോൾ അവൾ അലമ്പ് തുടങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നത്. അപ്പോൾ ഭയങ്കര കാറും ബഹളം, കാരണം നിർത്തി താഴെ നമ്മുടെ ഹമ്മർ. ഇവിടെ എന്തൊക്കെയോ പൂവിപ്പോണ്ട് കണ്ട. മോനെ എന്തത് മറ്റേ സാധനം ഇത്, നമ്മുടെ പേപ്പർ ചെടി എന്ന് പറയുന്ന സാധനം. ഇതാ അവിടെ ഒരാൾ അലമ്പ് കഴിഞ്ഞ് നിലത്തിറങ്ങി അതിനെ സന്തോഷത്തിരിക്കുക. എന്തെങ്കിലും പറയാനുണ്ടോ? ഹലോ ഇവിടെ എന്താണ്? അച്ഛനൊന്നുമില്ല, ഞാനായിട്ട് ഇപ്പോൾ ഒരു വഴക്ക് കഴിഞ്ഞിട്ടിരിക്കുക. വേണ്ട എന്തോ കരിപ്പിലാണ് എന്നോട് കല കൈ കിട്ടി ഇപ്പോൾ തലകെറിഞ്ഞ് പിടിപ്പിക്കും. ഗൈസ് ഹമ്മർ ഞാൻ കുറച്ച് ഫോട്ടോ എടുത്ത്. ഇതിൻ്റെ കൊള്ളാം കേട്ടോ സാധനം. മഞ്ഞ കളർ, നല്ല ഇടിച്ച് എറിച്ച് വയ്ക്കുന്നു. ഇത് കണ്ടത് ഈ സാധനം മറ്റേ പേപ്പർ ചെടി. ഇവിടെ നിർത്തി ഇവിടെ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ താഴെ ഇറക്കിയാൽ ഞാൻ മേലോട്ട് കയറുന്നില്ല. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഗൈസ് ഇവിടെ ഒരു അതിഥി വന്നിരിക്കുന്നത് കണ്ട. ഇതിനെ കണ്ടപ്പോൾ അവൾ നേരത്തെ വെള്ളം വെച്ചത്. എന്നിട്ട് ഈ സാധനം അവൾ വന്നപ്പോഴത്തേക്ക് ഇറങ്ങി ഓടി. വീണ്ടും വന്ന് എൻ്റെ ചോട്ടി വന്ന് നിൽക്കുക. ഞാൻ ഏതാണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ചോട്ടി വന്ന് നിൽക്കേണ്ട. ഇവളെ കണ്ടിട്ടാണ് വെള്ളം തുടങ്ങിയത്. താഴെ ഇറങ്ങിയപ്പോൾ ചാടി കയറി വെള്ളം തുടങ്ങിയത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ. ഇവിടെ ഒരു ബ്ലൂ BMW, ഇവിടെ ഒരു ബ്ലാക്ക് BMW. ഒരാൾ ഇവിടെ എൻ്റെ പുറകെ വന്നോണ്ടിരിക്കുന്നത്. അമ്മോ കണ്ട പുറകെ കൂടിയിട്ടുണ്ട്. വേണ്ട ഇവിടെ എന്തോ ഒരു സാധനമാണ്, മാർക്കറ്റ് എന്തൊക്കെയാണ്. ഞാൻ അതിനല്ല, ഒരാൾക്ക് ബഹളം തുടങ്ങിയിട്ടുണ്ട്. അത് കൂടെ വരുന്ന കാരണം അവൾ കിടന്ന് അലമ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറകെ വെക്കുക. എന്തിനാണോ എന്തോ ഞാൻ അതുകൊണ്ട് കൊണ്ടുവന്നു എന്ന് വിചാരിച്ചാണ് പുറകെ നടക്കുന്നത്. നമ്മൾ നടന്ന് ഏതൊരു പറമ്പിലെത്തിയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചു പോകാം. നമ്മളിപ്പോൾ വന്ന റോഡാണ് പോയി കാണുന്നത്. കണ്ടത് അവിടെ മറ്റേ കറുത്ത BMW കിടപ്പുണ്ട്. ഇത് നമ്മുടെ മറ്റേ സ്ഥലം കണ്ട. കോഫി ഷോപ്പ്, ബാർബർ ഷോപ്പ്, മറ്റേ ഷോപ്പ്, എല്ലാ ഷോപ്പും ഇവിടെ ഉണ്ട്. നമ്മളപ്പോൾ ഇതിലെ കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. മറ്റേ NH 632 ആയിട്ടുണ്ട്. നമ്മളപ്പോൾ തിരിച്ചു പോയിരുന്നു. ഇന്നത്തെ ഇടവഴികൾ ഇത്രയും കണ്ടാൽ മതി. ഒന്നാമത്തെ കാര്യം ബഹളം ഒരാൾ തുടങ്ങിയിട്ടുണ്ട്. നല്ല അലമ്പാണ്. ഇപ്പോൾ സൈലൻ്റ് ആയിട്ടുണ്ട്. ഈ സാധനം എന്താണെന്ന് എനിക്ക് അറിയണം. PCO ആണോ? പണ്ടത്തെ PCO എന്താണെന്നൊക്കെ പറയുമല്ലോ, അതല്ലേ ഇത് PCO. നമ്മൾ അന്ന് വന്ന വഴി ഇത്, ഇപ്പോൾ കണ്ടുപിടിച്ച വഴി ഇത് റോഡ്. നമുക്കപ്പോൾ തിരിച്ചു പോകാം. നടന്ന് നമ്മൾ വീണ്ടും വന്നെത്തിയിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെയും പിള്ളേർ കളിക്കുന്നു ഫുട്ബോളോ. അതെ, ഫുട്ബോൾ കളിക്കുന്നുണ്ട് പിള്ളേർ. ഈ ഒരു സമയം കൊണ്ട് എനിക്കൊന്ന് എത്ര മണിയായി? 6:34. ഇവിടുത്തെ 6:34 ആയിട്ടുണ്ട്. വാ ഫുട്ബോൾ ഉറുമ്പുകൊണ്ട് എൻ്റെ അടുത്തോട്ടാണല്ലോ വരുന്നത്. അപ്പോൾ പോണ രണ്ട് പിള്ളേർ മലയാളികളാണ്. അവന്മാർ സംസാരിച്ചോണ്ട് പോകും. ട്യൂഷൻ കഴിഞ്ഞ് പോകാൻ തോന്നുന്നു പയ്യന്മാർ. നമ്മളെ ബൈലാണ് ഇങ്ങോട്ട് വന്നത്. നമുക്കപ്പം ഇവിടുന്ന് പോവാം. നമ്മൾ ആ പള്ളി എത്തിയിട്ടുണ്ട്, നമ്മുടെ അവിടുത്തെ പള്ളി. ഇത് മറ്റേ റോഡ്. ഈ റോഡും നമ്മൾ അവിടെ ചെന്ന് കയറും. ഈ റോഡ് നമ്മുടെ അവിടെ ചെന്ന് കയറും. അവിടെ മറ്റേ കോളനി, റെസിഡൻസ് ഏരിയയിലോട്ട് പോകുന്ന വഴിയാണിത്. നമ്മളപ്പം ഈ ഇടവഴികൾ തേടിയുള്ള യാത്ര എന്ന് പറഞ്ഞ ഈ സീരീസിൽ മൊത്തം ഇടവഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടവഴികളാണ്. പിന്നെ ഇത് ഇന്ത്യൻ സ്കൂളാണ് കേട്ടോ. അതൊരു കാര്യം. ഇത് സ്കൂളായിരുന്നു. ഇത് ഇന്ത്യൻ സ്കൂളാണ് ഈ കാണുന്നത്. എൻ്റെ ഈ പുറകെ കാണുന്നത് അത് തന്നെ ഇല്ലേ?
അതിന് ഇന്ത്യൻ സ്കൂളാണ് ഈ പറയും കാണുന്നത്. ഈ കാണുന്ന ഇന്ത്യൻ സ്കൂളാണ്. അവിടെ പിള്ളേർ കളിക്കുന്നു. സാറില്ല ബ്രാങ്ക്ലർ ആകുന്നല്ലേ, ഞാൻ താഴെ സഹാറ ബ്രാങ്ക്ലർ. എനിക്കിത് വായി വരുന്നില്ല. ബ്രാങ്ക്ലർ എന്നൊക്കെ പറയുന്ന വണ്ടി. അല്ല, സൂര്യനൊക്കെ അസ്തമിച്ചു. 6:34 ഈ സീനറി കൊള്ളാം. ഇത് നമ്മുടെ വണ്ടി മീൻസ് GT മസ്താങ്ക്. പയ്യന്മാരവിടെ ഫുട്ബോൾ കളിക്കുന്നു നല്ല ഗംഭീരമായിട്ട്. നമ്മളപ്പോൾ ഈ പള്ളീൻ്റെ അവിടെ വന്ന് നമുക്ക് ഇനി തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. ഈ ഒരു സീനറി കൊള്ളാം. അത് കണ്ടോ നമുക്ക്? ഞാൻ വെറുതെ പറയാനല്ല, ഇത് കണ്ടോ ഈ ബാക്ക്ഗ്രൗണ്ട് ഈ സീനറി ഒക്കെ കാണാൻ നല്ല രസമാണ്. അതാ ഞാൻ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നത് മെയിനായിട്ടും. കാര്യം ഇവിടുത്തെ ഈ സീനറി വൈകിട്ട് സമയത്ത് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രേഡിങ് ഒക്കെ നമ്മൾ ഈ സിനിമയിലൊക്കെ കളർ ഗ്രേഡിങ് ചെയ്യുന്നതല്ല. നമുക്ക് ഇതിനകത്ത് ഒരു എഡിറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ അടുത്ത് വീഡിയോ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്യാം. ഒരു ഐഫോണൊക്കെ ആണെങ്കിൽ നല്ല കിട്ടുന്നതായിട്ടൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ലൈറ്റൊക്കെ വീണ് തുടങ്ങി. നമ്മൾ നടന്ന് എൻ്റെ ദൈവമേ ഇവിടെ തൊണ്ടേനെ വെള്ളമൊക്കെ പറ്റി. നല്ല രീതി ഞാൻ വിയർത്ത്. ചൂട് കുറവാണ്. കുറച്ച് 2-3 ദിവസമായിട്ട് നല്ല ചൂടായിരുന്നു. അത് പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങാറില്ലായിരുന്നു. നമ്മുടെ വ്ളോഗും ആ നൈറ്റ് വ്ളോഗ് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊന്നും ഇറങ്ങിയിട്ടില്ല. സോ നൈറ്റ് വ്ളോഗ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് 4 ദിവസം കണ്ടേ, 4-5 ദിവസമായി ആ നൈറ്റ് വ്ളോഗ് എടുത്ത് കഴിഞ്ഞിട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഗ്യാപ്പ് ഒരു 4-5 ദിവസത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ വീണ്ടും വെളിയിലോട്ട് ഇറങ്ങുന്നത്. അതുവരെ നല്ല ചൂടായിരുന്നു. ഞാൻ ആ വ്ളോഗ് എടുക്കുന്ന അല്ലാണ്ട് അതിന് പിറ്റേ ദിവസം നല്ല ചൂടായിരുന്നു. ഞാൻ പുറത്തിറങ്ങിയതായിരുന്നു, വീഡിയോ എടുത്തായിരുന്നു. പകുതി എത്തിയപ്പോഴത്തേക്ക് എൻ്റെ തൊണ്ടയിലെ വെള്ളമൊക്കെ പറ്റി ഞാൻ തിരിച്ച് വീട്ടിൽ കയറി പോയി. ഇവിടെ വേറൊരു സാധനം, ഇത് മസ്താങ്ങല്ലേ മോണി, ഇത് വണ്ടി, ഇത് മസ്താങ്ങല്ലേ? യെസ് മാൻ, ദേ ഒരു മസ്താങ് കിടക്കുന്നത്. എന്താ ഇത്? ഇങ്ങനത്തെ വണ്ടി കുറേ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. നല്ല ലക്ഷറി സാധനമാണ് ഇവിടെ. പൂജ്യം പറ്റിയൊക്കെ നോക്കിയിട്ട് പോകണത് കേട്ടോ. എന്താ മോനെ വണ്ടി കണ്ട. എൻ്റെ പരുവ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വിയർത്ത് ഇപ്പം ചെറിയ കാറ്റുള്ള കാരണം വിയർത്തില്ല. നേരത്തെ ഞാൻ വിയർത്ത് ഒഴിച്ചിരിക്കുകയായിരുന്നു കണ്ടത്. ഒരാൾ ശാന്തമായിട്ടുണ്ട്, കാറ്റുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പം മറ്റേ മസ്താങ് ആണെന്നാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് പഴയ മോള് ഫസ്റ്റ് മസ്താങ് ആണെന്ന് എനിക്ക് ഡൗട്ട്. അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേ. നമ്മളിപ്പോൾ നടന്ന് നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ നടന്ന് പോകുന്നത്. അങ്ങനെ ഇത്രയും ഉള്ളൂ വ്ളോഗ്. എന്തായാലും ഇനി ഞാൻ നടന്ന് വീട്ടിലെത്താറായി. അപ്പം നമ്മുടെ ഇന്നത്തെ ഇടവഴികൾ തേടിയുള്ള യാത്ര ഇവിടെ തീരുകയാണ്. ഇനി ഇടവഴികൾ തേടി യാത്ര പോകാനായിട്ട് ഇനി സ്ഥലങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒരുവിധം അങ്ങോട്ടുള്ള ഏരിയകൾ മിക്കതും കവർ ചെയ്തു. അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തോട്ട് പോകേണ്ടി വരും. പിന്നെ നടക്കാനാണെങ്കിൽ പുറത്തുണ്ട്, പക്ഷേ അധികം നടക്കാൻ പറ്റില്ല. തിരിച്ച് വീട്ടിൽ കയറാനുള്ള വഴി അറിയത്തില്ലെങ്കിൽ അവിടെ ഇരുന്ന് പോകും. അതുകൊണ്ടാണ് മിക്ക ഇടവഴികളും തീർന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തേക്ക് പാർക്കിൽ വരാം. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, പിന്നെ ഷെയർ അടിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും മിറ്റ്സ് മീ ഡാം ടു സൈനിങ് ഓഫ്. ബൈ ഗൈസ്. എന്തെങ്കിലും പറയണ്ടോ? എനിക്ക് പറയണ്ടോ? ഒരു ബൈ പറയുമോ? ഒരാട്ട് കൊടുക്കുമോ? ഇല്ല. അപ്പം ബൈ ഗൈസ്.